بسم الله الرحمن عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ഈ മഹാസമ്മേളനത്തിന്റെ ആദരണീയനായ അധ്യക്ഷരെ, പ്രിയങ്കരനായ പണ്ഡിതനും ചിന്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ബഹുമാന്യനായ ഉദ്ഘാടകൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സംഘടനയുടെ നേതാക്കന്മാരും പ്രബോധകന്മാരുമായിട്ടുള്ള സഹപ്രവർത്തകരെ, മഞ്ചേരിയുടെ പഴയ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ സമ്മേളിച്ചിട്ടുള്ള പ്രിയങ്കരരായ സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, മാനവ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം യാത്ര തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഭൂമുഖത്ത് മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചു. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ പരമകാരുണികനായ പടച്ചതമ്പുരാൻ പറയുന്നത് അങ്ങനെയാണ്: ഈ ഭൂമുഖത്ത്
ആകാശഭൂമികളെയും സൂര്യചന്ദ്രന്മാരെയും എല്ലാം സംവിധാനിച്ചത് മനുഷ്യ സമൂഹത്തിന് ഉപകാരദായകമായിട്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നത്, യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ ശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നത് രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നതും പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നതും പടച്ച തമ്പുരാനാണ്. വശഖറ ശംസ വൽ ഖമറ, സൂര്യചന്ദ്രന്മാരെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നതും ലോകത്തിന്റെ തമ്പുരാനായ പടച്ച തമ്പുരാനാണ്. അതുകൊണ്ട് തന്നെ അവനാകുന്നു ഇതിന്റെ എല്ലാം നിയന്താവ്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു ലോകത്തിന്റെ രക്ഷാധികാരി. ആ ലോകത്തിന്റെ രക്ഷാധികാരി ആകാശഭൂമികളെയും അതിലെ സർവ്വചരാചരങ്ങളെയും സംവിധാനിക്കുകയും ആ സംവിധാനത്തിന്റെ ഒടുവിൽ മനുഷ്യനെന്ന മഹാബുദ്ധിജീവിയെ ഭൂമുഖത്തേക്ക് നിയോഗിക്കുകയുമാണ് ഉണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ ഒടുവിലത്തെ ഗ്രന്ഥമായ അള്ളാഹുവിന്റെ ഗ്രന്ഥം മാനവരാശിയെ സഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, വൈദ്കാല റബ്ബുകലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. വിശുദ്ധ ഖുർആൻ പറയുന്ന വാചകം അതാണ്. ഖുർആനിലെ 2-ാം അധ്യായം 30-ാമത്തെ വചനമാണ്. ഈ ഭൂമുഖത്തൊരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു എന്ന്. ഖലീഫത്തുല്ലാഹി എന്നല്ല ഖുർആൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിൻഗാമി എന്ന അർത്ഥത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പദം ഉപയോഗിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജിന്ന് വർഗത്തെ അല്ലാഹു സൃഷ്ടിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ കണ്ട് മനസ്സിലാക്കിയ മലക്കുകൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്ത രംഗമാണ് സൂറത്ത് ബഖറ 2-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ പറയുന്നത്. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മനുഷ്യവാസം ഭൂമുഖത്ത് ആവിർഭവിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ള പടച്ച ജിന്നവർഗം ആ വർഗത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടു. അവർ ഈ ഭൂമുഖത്ത് രക്തം ചിന്തി, അവർ കലാപമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ മലക്കുകൾ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്, പടച്ചവനെ, രക്തം ചിന്തുന്ന കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഭാഗത്തിന് നീ ഇനിയും ഈ ഭൂമുഖത്തേക്ക് അവരെ സൃഷ്ടിക്കുകയാണോ? അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഭൂമുഖത്തേക്ക് ആദ്യമായി മനുഷ്യനെ അള്ളാഹു നിയോഗിക്കുന്ന രംഗമാണ് സത്യ വിവേചന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന 1-ാമത്തെ കാര്യം. ഈ ബസ് സ്റ്റാൻഡിൽ തടിച്ചുകൂടിയിട്ടുള്ള ആയിരങ്ങളോട് വളരെ ഗൗരവമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നാം ആരാണെന്ന തിരിച്ചറിവ് അടിസ്ഥാനപരമായി നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മളെ ആരാണ് സൃഷ്ടിച്ചതെന്നും ആരിലേക്കാണ് നാം മടങ്ങിപ്പോവുക എന്നും നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മൾ അറിയാതെ നമുക്കൊരു ജീവിതം നൽകിയ ലോകത്തിന്റെ തമ്പുരാനില്ലേ? നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, കാണാനുള്ള കണ്ണ് നൽകിയ, കേൾക്കാനുള്ള കാത് നൽകിയ, ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയ ലോകത്തിന്റെ ഒരു സൃഷ്ടാവില്ലേ? ആ സൃഷ്ടാവ് മനുഷ്യനെ ഈ ഭൂമുഖത്തേക്ക് നിയോഗിച്ചയച്ചു. ആ മനുഷ്യനെ ഈ ഭൂമുഖത്തേക്ക് നിയോഗിച്ചയക്കുമ്പോൾ സ്വർഗലോകത്ത് നിന്നാണ് ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ഈ ഭൂമുഖത്തേക്ക് വന്നത് എന്ന വസ്തുത വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പൂർവ്വ വേദഗ്രന്ഥങ്ങളും ഗൗരവമായി ചർച്ച ചെയ്ത കാര്യങ്ങളിലൊന്നാണ്. ആദം നബി അലൈഹിസ്സലാം ഭൂമുഖത്തേക്ക് വരുമ്പോൾ അല്ലാഹു പറഞ്ഞത്, ഖുൽ അഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടിയാൽ ആ മാർഗദർശനത്തെ ആര് പിന്തുടരുന്നുവോ അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ ഭയപ്പെടേണ്ടി വരില്ല എന്ന്. അടിസ്ഥാനപരമായി സൂറത്ത് ബഖറയിലെ 38-ാമത്തെ ഈ വചനം യുവാക്കളെ നാം സവിശേഷമായി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആധുനിക തലമുറ ഗൗരവമായി ഓർക്കേണ്ട ഒരു വാചകം എന്താണ്? ഇവിടുത്തെ എല്ലാ മുസ്ലിം സംഘടനകളും ഒരേ സ്വരത്തിൽ ഓർക്കേണ്ട വാചകം എന്താണ്? ഖുൽ അഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ അക്ഷരങ്ങളുടെ പിന്നാലെ നിങ്ങൾ ശരിക്കു വരണം. നിങ്ങളുടെ ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഈ പ്രഭാഷണത്തിലേക്ക് പൂർണ്ണമായ ഒരു കീയൊതുങ്ങൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. കാരണം ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് 100% കൂറുപുലർത്തുകയും
പ്രവാചക തിരുമേനി ലോകത്ത് വിട്ടേച്ചു പോയ ചരിത്രത്തിന്റെ പടപ്പാട്ട് പാടിയ, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ പ്രവാചക ചക്രവർത്തിയുടെ വചനങ്ങളുടെ അകമ്പടിയും പ്രവാചകന്റെ പ്രഥമ സംബോധിത സമൂഹമായ സ്വഹാബ കിറാം നെഞ്ചകത്തേറ്റിയ വിശ്വാസ കർമ്മ ആചാര സ്വഭാവ അവരുടെ ജീവിതത്തിന്റെ മുഴുമേഖലകളെയും ടച്ച് ചെയ്യുന്ന മഹനീയമായ ഒരു സമ്മേളന നഗരിയിലാണ് ഞാനും നിങ്ങളും തടിച്ചുകൂടിയത് എന്ന ഓർമ്മ വേണം. അങ്ങുമിങ്ങും ശ്രദ്ധ തെറ്റിപ്പോകാതെ ഏകാഗ്രമായി പൂർണ്ണമായ ചിന്തയോടെ നിങ്ങളിതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് നിർത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ലോകത്തുനിന്നുള്ള യാത്ര, പടച്ചതമ്പുരാനെ കണ്ടുമുട്ടാനുള്ള മരണാനന്തര ജീവിതത്തിലെ യാത്ര, ആ യാത്രയ്ക്ക് വേണ്ടി പാതയമൊരുക്കുന്ന കാര്യത്തിൽ വൻ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്നു ആധുനിക മുസ്ലിം സമൂഹം എന്നതിന് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന അനവധി മാതൃകകളുണ്ട്. ദുനിയാവിന്റെ പളപളപ്പുകളുടെ പിന്നാലെ, കണ്ണഞ്ചിപ്പിക്കുന്ന ആർഭാടങ്ങളുടെ പിന്നാലെ, സുഖലോലുപമായ ജീവിതത്തിന്റെ പിന്നാലെ പരക്കം പായുന്ന ആധുനിക സമൂഹത്തോട് ഈ ദുനിയാവ് ശാശ്വതമല്ലെന്നും ആഖിറമാണ് ശാശ്വതമെന്നും ഓർമ്മപ്പെടുത്തുക എന്നത് ഈ പ്രഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു വശമാണ്. ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നറിയുക. ആ ലോക ജീവിതത്തിലെ രക്ഷാശിക്ഷകളാണ് യഥാർത്ഥമായ രക്ഷാശിക്ഷകളെന്ന തിരിച്ചറിവുണ്ടാവുക. എങ്ങോട്ടാണ് കടിഞ്ഞാണില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത് ആധുനിക മുസ്ലിം സമുദായം, ആധുനിക ലോകം, മാനവകുലം? എങ്ങോട്ടാണ് കൂലം കുത്തിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിലിൽ പാഞ്ഞുപോകുന്ന ചപ്പ് ചെണ്ടികളെപ്പോലെ അറബിക്കടലിന്റെ സാഗരങ്ങളുടെ അഗാധതകളിൽ ചെന്ന് പതിക്കുന്ന സാംസ്കാരിക ഇല്ലായ്മ ഇന്ന് ആധുനിക ലോകത്തിന്റെ ഗാത്രത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഈ സമ്മേളനത്തിലേക്ക്, ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് നിങ്ങളൊക്കെ വന്നു ചേർന്നത് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആദം അലൈഹിസ്സലാം സ്വർഗലോകത്തുനിന്ന് ഭൂമി ലോകത്തേക്ക് വരുമ്പോ അള്ളാഹ് പറഞ്ഞ വാക്കെന്താണ്? എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വരും. അതിൽ അല്ലാഹു ഒരിക്കലും ഒരു കുറവും വരുത്തിയിട്ടില്ല. ആ മാർഗദർശനം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലെ മനുഷ്യർക്ക് അവരുടെ ഭാഷ അല്ലാഹു പരിഗണിച്ചില്ല. കാരണം എല്ലാ ഭാഷകളുടെ വൈവിധ്യതയും അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളുടെ ഉദാഹരണമായിട്ടാണ് ഖുർആനിലെ 30-ാം അധ്യായം പടച്ചതമ്പുരാൻ 21, 22, 23, 24 വചനങ്ങളിലൂടെ കടന്നുപോയാൽ ഭാഷയുടെ വൈവിധ്യത പടച്ചതമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം തുടങ്ങുന്നത്. അൽവാനിക്കും അൽസിനത്തിക്കും, ഭാഷകളുടെ വ്യത്യാസങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഭാഷകളുടെ വൈവിധ്യങ്ങളുണ്ടല്ലോ, ആ വൈവിധ്യങ്ങളെല്ലാം തന്നെ എന്താണ്? പടച്ചതമ്പുരാന്റെ സൃഷ്ടിച്ച പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ഏതൊരു നാട്ടിലും മനുഷ്യവാസമുള്ളയിടത്തെല്ലാം അല്ലാഹു പ്രവാചകന്മാരെ അയച്ചു. ഖുർആനിന്റെ 35-ാം അധ്യായം 24-ാമത്തെ വചനമാണ്. ആ വചനം പറയുന്നത് വൈമിൻകും, തീർച്ചയായും നിങ്ങൾക്ക് എവിടെയൊക്കെ സമൂഹം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ താക്കീതുകാരുണ്ടായിട്ടുണ്ട്. എന്താ താക്കീത്? നരകമുണ്ട് എന്ന താക്കീതാണ്. അല്ല, നിങ്ങൾക്ക് എബോള വരാനുണ്ട്, സിഫിലീസ് വരാനുണ്ട്, കൊണോറിയ വരാനുണ്ട്, എയ്ഡ്സ് വരാനുണ്ട്, എലിപ്പനി വരാനുണ്ട്, മാരകമായ ക്യാൻസറുകൾ വരാനുണ്ട്, ട്യൂമറുകൾ വരാനുണ്ട് എന്നതല്ല പ്രവാചകന്മാരുടെ താക്കീത്. മറിച്ച് പ്രവാചകന്മാർ പറഞ്ഞത് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം, പടച്ചതമ്പുരാനെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ജീവിതം, ഭയരഹിതമായ ഒരു ലോകം, അവിടെ നിങ്ങൾ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ദിവസം, സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 22 മുതലുള്ള വചനമാണ്. അന്ന് ചില മുഖങ്ങൾ കരുവാളിക്കും. വിശ്വാസരംഗത്ത് ജീർണത വന്നവർ, ശിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ കഴിഞ്ഞവർ, അന്ധവിശ്വാസങ്ങളുടെ പിറകിൽ പോയവർ, അനാചാരങ്ങളുടെ നടുവിൽ പെട്ടുയർന്നവർ, അധർമ്മങ്ങളിലേക്ക് കൂപ്പുകുത്തിയവർ, പടച്ചതമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞവർ, അതേ പടച്ചതമ്പുരാനെ കണ്ടുമുട്ടുന്നതിന് യാതൊരു നിലക്കും അവനെ കണ്ടുമുട്ടില്ല എന്ന് വിചാരിച്ചവർ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്ത്? തീർച്ചയായും ഇന്ന ജഹന്നമ കാനത് മിർസ്വാദാ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഅസ്സാഖ ജസാഅൻ വിഫാക ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ വകذبوا ബിആയാതിനാ കിذാബ വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ. വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം 30 മുതലുള്ള വചനമാണ്. ആ നരകം പതിസ്ഥാനമാണ്.
ആർക്കു വേണ്ടിയാണ്? നരകവാസികളായിട്ടുള്ള ആളുകളെ അത് കടന്നു പിടിക്കും. യുഗങ്ങളോളം അവർ ആ നരകത്തിന്റെ അകലുകാരായി തീരും. എന്തേ കാരണം? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ചവരവർ. അള്ളാഹുവിന്റെ ലിഖാഇനെ അതേ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അള്ളാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ അവർ അമലു സ്വാലിഹാത്ത് ചെയ്തു കൊള്ളട്ടെ, അള്ളാഹുവിന് അമല് ചെയ്യുന്നിടത്ത് ശിർക്ക് ചെയ്യാതിരുന്നു കൊള്ളട്ടെ എന്ന് ഖുർആൻ 18-ാം അധ്യായം 110-ൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നത് അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾ ചെയ്ത പ്രവൃത്തി അല്ലദീന ളല്ല സയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുക്സിനൂന സുനാ ഉലൈക അല്ലദീന ബിആയാതി റബ്ബിഹി വലിഖാഇഹി ഫഹബിതത് അമാലഹും. വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം 103, 104, 105 വചനങ്ങൾ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ, അവനെ കണ്ടുമുട്ടുന്നതിന് നിഷേധിച്ചവർ, അങ്ങനെ നമ്മളാകാൻ പാടില്ല. ഇന്നഹും കാനൂ ലാ യർജൂന, തീർച്ചയായും പടച്ച തമ്പുരാനെ കണ്ടുമുട്ടുമെന്നോ അവിടെ ഒരു വിചാരണയുണ്ടെന്നോ അവർ വിചാരിച്ചില്ല. ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിൽ അവിടെ വിചാരണയുണ്ട്. അന്ന് പ്രസന്നമായ മുഖത്തോടെ അവന്റെ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. അസ്ഹാബുൽ യമീൻ വഅസ്ഹാബുശ് ശിമാൽ, വലതുപക്ഷത്തിന്റെ ആളുകളും ഇടതുപക്ഷത്തിന്റെ ആളുകളുമുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവുമല്ല. സത്യത്തിന്റെ പക്ഷക്കാർ വലതുപക്ഷം, അസത്യത്തിന്റെ പക്ഷക്കാർ ഇടതുപക്ഷം, അല്ലാതെ രാഷ്ട്രീയത്തിന്റെ പക്ഷമല്ല. നാളെ വരികൾക്കിടയിൽ ദുർവ്യാഖ്യാനിക്കുന്ന ദുർബുദ്ധികൾക്ക് ഒരിക്കലും ആ വാചകം അങ്ങനെ തോന്നിപ്പോകരുത്. മറിച്ച് അസ്ഹാബുൽ യമീൻ വഅസ്ഹാബുശ് ശിമാൽ, വലതുപക്ഷത്തിന്റെ ആളുകൾ ഇടതുപക്ഷത്തിന്റെ ആളുകൾ അഥവാ പ്രവാചകന്മാർ ലോകത്തുൽഘോഷിച്ച തത്വങ്ങളെ നെഞ്ചകത്തേറ്റിയവർ, അവർ പറഞ്ഞ തൗഹീദിനെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ആവാഹിച്ചവർ, അവരെതിർത്ത ശിർക്കിനെ വിഭാടനത്തിന് വേണ്ടി പരിശ്രമിച്ചവർ, അവർ പഠിപ്പിച്ച നല്ല മൂല്യങ്ങളെ നെഞ്ചിലേറ്റിയവർ, അവർക്കുള്ളതാണ് സ്വർഗലോകമെന്ന പ്രപഞ്ചനാഥൻ. ആ നാഥന്റെ വായുവാണ് നമ്മൾ ശ്വസിച്ചത്. ആ നാഥന്റെ ചാറൽ മഴയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാഥന്റെ കാർമേഘമാണ് നമ്മുടെ തലക്ക് മീതെ വട്ടമിട്ട് നിൽക്കുന്നത്. ആ നാഥന്റെ മേൽക്കൂരയാണ് 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗ ദൈർഘ്യമുള്ള അൾട്രാ വയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ ഓസോൺ ലെയറിന് സംവിധാനിച്ച ഏകാധിപതിയായ അളവറ്റ ദയാപരനായ പരമകാരുണികനായ അണ്ഡകടാഹത്തിന്റെ അധിപതിയായ ലോകത്തിന്റെ തമ്പുരാൻ അല്ലിലാഹ് അല്ലാഹു അവൻ സംവിധാനിച്ചു തന്നത്. അപ്പോ അവൻ സംവിധാനിച്ചു തന്നു എന്ന് മാത്രമല്ല, അവനാണ് മനുഷ്യർക്ക് ധർമാധർമ്മങ്ങൾ പഠിപ്പിച്ചത്, ന്യായാന്യായങ്ങൾ പഠിപ്പിച്ചത്. ഒരു കാര്യം സൂറത്ത് ബഖറയിലെ 38-ൽ അടിവരയിട്ടങ്ങട്ട് മനസ്സിലാക്കിക്കോ. എല്ലാവരും മനുഷ്യരായ എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളും, ഞാനും നിങ്ങളും അവിടെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ നമ്മൾ എത്തുന്നത് ഇക്കാലഘട്ടത്തിലെ പാർട്ടി പ്രസ്ഥാനങ്ങളുടെ ലേബിളിലല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവില്ല എങ്കിൽ നമ്മൾ കേവലം അക്ഷരപൂജകരായി, പാർട്ടി പൂജകരായി, പ്രസ്ഥാന പൂജകരായി മാറിപ്പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥം, പ്രവാചകന്റെ ചര്യ, അതിനെ വിശദീകരിച്ച സച്ചരിതങ്ങൾ അത് നെഞ്ചിലേറ്റുന്നവർക്കല്ലാതെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല. ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അലം യഅതികും നദീർ ഖാലു ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. ഓർക്കണം, ഖുർആനിന്റെ 60-ാം അധ്യായം 8, 9, 10 വചനങ്ങൾ. ആ വചനത്തിൽ എന്താ പറഞ്ഞത്? നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരെ അവിടെ തടുത്തു നിർത്തും. എവിടെ? ആ നരകത്തിന്റെ കവാടത്തിൽ. എണ്ണം കുറവായിരിക്കും അവര്, മലക്കുകൾ എണ്ണം കുറവായിരിക്കും. നിങ്ങൾ 10 ലക്ഷം ഉണ്ടായിട്ട് കാര്യമില്ല, അവരെ ഒരാളെ അതിജയിക്കാൻ നിങ്ങൾക്ക് അവിടെ സാധ്യമല്ല. മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ പടച്ചോനാ പറയുന്നു, അതിലൊരു മലക്കിനെ അതിജയിക്കാൻ നിങ്ങൾ പ്രാപ്തരല്ല. ആ നരകത്തിന്റെ കാവൽക്കാരെ ഭേദിച്ച് അവർ നിന്ന് നരകത്തിലേക്ക് പോകുന്ന നിങ്ങൾക്ക് അവരെ കൈതട്ടി സ്വർഗ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല, അവിടെ തെരുമ്പും. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറ വഖുദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ. അതവരുടെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആൻ 66-ാം അധ്യായം 6-ാമത്തെ വചന, സ്വന്തം നഫ്സിനെ നരകത്തുനിന്ന് കാത്തോളി.
ആധുനിക ലോകത്തോട് ഗൗരവമായി പറയുകയാണ്, സ്വന്തം നഫ്സിനെ നരകത്തുനിന്ന് കാത്തോളീൻ. സ്വന്തം കുടുംബത്തെയും, മക്കളെ, ഭാര്യമാരെ, മാതാപിതാക്കളെ, സ്വബീജത്തിൽ പിറന്ന സന്താനങ്ങളെ താലോലിച്ചോളൂ, താരാട്ടുപാടിക്കോളൂ, കുഴപ്പമില്ല. ധാർമ്മികതയുടെ താരാട്ടുപാട്ട് കേട്ട് അവർ വളരട്ടെ. ഖുർആനിന്റെ വചനാമൃത സാഗരങ്ങളിൽ അവർ നീന്തി തുടിക്കട്ടെ. പ്രവാചകന്റെ നാവുകളിൽ നിന്ന് ഉതിർന്നു വീണ വചനസാഗരങ്ങളിൽ അവർ നീന്തി തുടിക്കട്ടെ. സെലഫുകളുടെ വാചനങ്ങളിൽ അവർ നീന്തി തുടിക്കട്ടെ. അധർമ്മകാരികളല്ലാത്ത അവരുടെ വിപ്ലവത്തിന്റെ പാതകൾ അവർ നെഞ്ചകത്തേറ്റട്ടെ. ധർമാധർമ്മങ്ങളെ വേർതിരിച്ച് പടപൊരുതിയ രണഭൂമിയിൽ പോരാടിയ സഹാബത്തിന്റെ സച്ചരിതങ്ങൾ അവരുടെ മനോമുഖരങ്ങളിൽ തട്ടിക്കളിക്കട്ടെ. മമ്മൂട്ടിമാരുടെ, മോഹൻലാലുമാരുടെ, കാവ്യമാധവന്മാരുടെ ലോകത്ത് നിന്ന്, ഫുട്ബോൾ താരങ്ങളുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും ലോകത്ത് നിന്ന്, ഗായകന്മാരുടെ ലോകത്ത് നിന്ന് വചനാമൃതങ്ങൾ ഉരുവിട്ട അബ്ദുല്ലാഹിർ മസൂദിന്റെ മധുരമനോഹരമായ ഖുർആനിനെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകട്ടെ. ഖാലിദ് വലീദിന്റെ വിപ്ലവ വീര്യമുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടാകട്ടെ. 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച അമീറുൽ മുഅ്മിനീന്റെ നീതിബോധത്തിന്റെ കാവലാളാകുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകട്ടെ. അതേ, ഏതിരുട്ടത്തും ഏതിരുട്ടറയിലും ഏത് വിജനതയിലും ഏത് ചാട്ടവാറിന്റെ പുറത്തും എന്നെ പടച്ചവൻ കാണുന്നുണ്ടുമ്മ. അതുകൊണ്ട് പാലിൽ വെള്ളം ചേർക്കാൻ എനിക്ക് സന്മനസ്സിൽ എന്ന് പറഞ്ഞ പാലിക്കാരി പെൺകുട്ടിയെ തീർത്ത ദൈവബോധത്തിന്റെ മാസ്മരിക ലോകത്തേക്ക് 96-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനം ഓർത്തെടുത്ത് നെഞ്ചകത്ത് കൊത്തിക്കുറിച്ച് ഇവിടുന്ന് കടന്നുപോ. അള്ളയവരെ കാണുന്നുണ്ട് എന്ന ബോധം അവർക്കില്ലേ? അവർ കാണിക്കുന്ന സകലമാന തിന്മകളെയും കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ അധിപതിയായ തമ്പുരാനെ അവരറിയുന്നില്ലേ എന്ന ചോദ്യം. ആ ചോദ്യം ഇത് ആരോടും സ്നേഹത്തിന്റെ അങ്ങേയറ്റം ഒരു വിശ്വാസി പ്രബോധകന് മാനവ സമൂഹത്തോടുണ്ടാകേണ്ട സ്നേഹം, ഒരാദർശ പ്രബോധന സംഘത്തിന് ലോകത്തോടുണ്ടാകേണ്ട അപാരമായ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം. അവർ കല്ലെറിഞ്ഞപ്പോൾ അവരെ സ്നേഹിച്ച പ്രവാചകൻ, അവർ കൂക്കുവിളിച്ചപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകൻ, നിണമണിഞ്ഞ കാലുമായി വൃക്ഷങ്ങളിൽ നിന്ന് വൃക്ഷ ചുവട്ടുകളിലേക്ക്, തണലുകളിൽ നിന്ന് തണലുകളിലേക്ക് ഓടി 10 ദിവസം അങ്ങാടി പിള്ളേര് തോന്യാസം പറഞ്ഞപ്പോഴും ചട്ടമ്പികൾ എന്ന് വിളിച്ചപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അല്ലാഹുമ്മ ഗ്ഫിർലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകന്റെ അനുചരന്മാർ ഓവുചാലിലേക്ക് തള്ളിയിട്ട് സയ്യിദ് മൗലവിയുടെ കഴുത്തിൽ മാലപ്പടക്കം ചാർത്തി ഓവുചാലിലെ വൃത്തികെട്ട ചെളിവെള്ളത്തിൽ മുങ്ങിത്താത്തി ചവിട്ടിയപ്പോഴും അങ്ങ് പൊന്നാനിയിൽ സഖാവ് ഇമ്പിച്ചി ബാബയുടെ നേതൃത്വത്തിൽ ഹോസ്പിറ്റൽ ചെന്ന് സയ്യിദ് മൗലവിയെ കണ്ടപ്പോ, ആരാ മൗലവി നിങ്ങളോട് ഈ അധർമ്മം ചെയ്തത്? ആരാ നിങ്ങളെ ആക്രമിച്ചത്? ആരാ നിങ്ങളെ തല്ലിയത്? ആരാ സ്വാത്വികനായ നിങ്ങളെ ഓവുചാലിലേക്ക് തള്ളിയിട്ടത്? ഒന്ന് പേര് പറയാമോ എന്ന് ചോദിച്ചപ്പോ, എനിക്കറിയാം, പറയില്ല സഖാവേ, കാരണം ഞാൻ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ അനുയായിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ മർദ്ദിച്ചവർക്ക് വേണ്ടി ആകാശത്തേക്ക് കൈയുയർത്തി പ്രാർത്ഥിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലാണ് ഞാൻ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലു മിൻ ഹൗലിക്. ഉഹദിന്റെ രണഭൂമിയിൽ പ്രവാചകന്റെ പല്ല് പൊട്ടിപ്പോയത്, ഹംസയുടെ കരൾ കടിച്ചു തുപ്പിയത്, മിസ്ബ് കൊല്ലപ്പെട്ടത്, അല്ലാഹു കൊല്ലപ്പെട്ടത്, അംറുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്, മലമുകളിലെ സഹാബത്തിന്റെ വലിയ ഒരു അനുസരണക്കേട് കൊണ്ടായിരുന്നു. എന്നിട്ടും ആ അനുസരണക്കേട് കാണിച്ചവരോട് മാപ്പിന്റെ വിശാലമായ വിട്ടുവീഴ്ച സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ തേടുകയും അവരെ ശപിക്കാതിരിക്കുകയും അവരെ കൂട്ടിപ്പിടിക്കുകയും തുടർന്നുള്ള പ്രബോധന സംരംഭങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നേറിയ പ്രവാചകന്റെ പൈതൃകം, ആ പാത വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായത്തിൽ 159-ാമത്തെ വചനത്തിൽ നമ്മുടെ മുമ്പിൽ കോറിയിട്ടത് വാചാലമായി പ്രസംഗിക്കാനല്ല, വിശാലമായി ജീവിതത്തിൽ പകർത്താനാണ് എന്ന തിരിച്ചറിവിലേക്കുള്ള ഒരു പ്രവാഹം, ഒരു പോക്ക്, ഒരു തിരിച്ചറിവ്, സ്വന്തത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അതുണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രവാചകന്മാരെ ലോകത്തേക്ക് അല്ലാഹു അയച്ചു. എല്ലാവർക്കും അറിയാലോ, പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ട് എന്തേ അവർ ചെയ്തത്? മറന്നു പോകുന്നുണ്ടോ? പ്രവാചകന്മാരെന്താ ചെയ്തത് എന്ന് മുസ്ലിം ഉമ്മത്ത് മറന്നു പോകുന്നുണ്ടോ? ലോകത്ത് പ്രവാചകന്മാർ ആദ്യമായി വന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. എല്ലാ പ്രവാചകന്മാരും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അവർ വന്നു.
ഒന്നാമതായി അവർ ജനങ്ങളോട് പറഞ്ഞതെന്താ? അനിഅബ്ദുല്ലാഹ്, അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. പ്രവാചകന്മാർ അവർക്കിടയിൽ സ്നേഹത്തോടുകൂടി കടന്നു വന്നു. ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി, കാപട്യമില്ലാതെ ആ പ്രവാചകന്മാർ അവരെ ക്ഷണിച്ചു. എല്ലാവരും ഓർക്കണം, നമുക്ക് ആളുകളോട് സ്നേഹമാണ്. ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടവരാ നമ്മൾ. നരകത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടേണ്ടവരും മറ്റുള്ളവർ നരകത്തിൽ ആപതിക്കരുത് എന്ന് വിചാരിക്കേണ്ടവരുമാണ് നമ്മൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പ വിഗ്രഹാരാധകനായിരുന്നു. ബാപ്പ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചവനായിരുന്നു. പിശാചിന്റെ കൂട്ടാളിയായിരുന്നു. പക്ഷേ യാ ബത്തി യാ ബത്തി യാ ബത്തി, എന്റെ പ്രിയ പിതാവേ, എന്റെ പ്രിയ പിതാവേ എന്നതല്ലാതെ മറ്റൊരു വിളിയും അതിലുണ്ടായിട്ടില്ല. യാ ബത്തി, എന്റെ ബാപ്പ, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? കാണാത്ത, കേൾക്കാത്ത, പ്രയോജനം ചെയ്യാത്ത ഈ കല്ലിൻ തുണ്ടത്തെയാണോ അങ്ങ് ആരാധിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാവരും ആലോചിക്കണം. 19-ാം അധ്യായം 41, 42, 49 വരെയുള്ള വചനം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. എന്റെ പ്രധാനമായ പോയിന്റതാണ്. അവിടെ എന്താ പറയുന്നത്? യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ വതകൂന ലിശൈത്വാനി വലിയ. വല്ലാത്തൊരു വാക്കല്ലേ അത്? പ്രബോധകരെ, പണ്ഡിതന്മാരെ, സ്റ്റേജിലിരിക്കുന്നവരെ, സദസ്സിലിരിക്കുന്നവരെ, ബസ് സ്റ്റോപ്പിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിൽക്കുന്നവരെ, ഇതിന്റെ ചുറ്റുവട്ടത്തെ 4 ഭാഗത്തും തടിച്ചുകൂടിയവരെ, എന്താ ഇബ്രാഹിം നബി ബാപ്പാനോട് പറഞ്ഞത്? യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ വതകൂന ലിശൈത്വാനി വലിയ. എന്റെ ബാപ്പാ, നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മേലെ ഞാനൊരു കാര്യം ഭയപ്പെടുന്നുണ്ട്. പ്രബോധക സംഘങ്ങൾ നയിക്കുന്നവർ അടിസ്ഥാനപരമായി ആലോചിക്കേണ്ട മില്ലത്ത് അബീക്കും ഇബ്രാഹീമ ഹുവ സമ്മക്കുൽ മുസ്ലിമീൻ. കണ്ടോ? ഖുർആന്റെ 22-ാം അധ്യായം 78-ാമത്തെ വചനം. നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിലാണ്, അദ്ദേഹത്തെ പിൻപറ്റിയ മുസ്ലിങ്ങളാണ്. നിങ്ങളുടെ ദൗത്യം എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിൻപറ്റാൻ. വമൻ യർഅബു അൻ മില്ലത്തി ഇബ്രാഹിം, ഖുർആനിന്റെ 2-ാം അധ്യായം 130-ാമത്തെ വചനം വിശദീകരിക്കുന്നില്ല. ആയത്തുകളെ കൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ വിപ്ലവം സൃഷ്ടിച്ച പ്രവാചകനുയായികൾ എന്ന നിലയിൽ നമുക്ക് ജനങ്ങളോട് ഖുർആനാണ് പറയാൻ, പ്രവാചക വചനമാണ് പറയാൻ, അതിന്റെ വിശദാംശങ്ങളാണ് പറയാൻ. മൻഹജുസ് സലഫ് അനുസരിച്ച് ലോകത്തെ പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വഴി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു നോക്കൂ, ഇബ്രാഹിം നബി പറഞ്ഞത് എന്താ? ബാപ്പാ, ഇന്നി അഖാഫ്, ഞാൻ ഭയപ്പെടുന്നു. എന്ത്? അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, പരമകാരുണികളിൽ നിന്നുള്ള കഠോരമായ ശിക്ഷ. ഏതാണ് ആ ശിക്ഷ? അടിസ്ഥാനപരമായ ശിക്ഷ ഏതാ പ്രിയപ്പെട്ടവരെ? നരകമല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? അന്തം തമഹ പ്രവിശന്തിയേ സംപൂത്യമുപാസതേ തദോബൂയ ഇവരെ യഹു സംപൂത്യാമൃതഃ. ഈശാവാശോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. ദൈവേതരരെ നിങ്ങൾ ആരാധിച്ചാൽ കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും അമ്പിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളും മുജദ്ദിദീങ്ങളും മലക്കുകളും ജിന്നുകളും ആരുമാവട്ടെ, നിങ്ങൾ ആരെ ആരാധിച്ചാലും ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനപ്പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ആരോട് ദുആയിരുന്നാലും തീർച്ചയായും നിങ്ങൾ അറിയുക അതെല്ലാം ശിർക്കാകുന്നു എന്ന തിരിച്ചറിവിലേക്ക് പ്രവാചകന്മാർ വിളിച്ചത് അങ്ങോട്ടാ. പ്രവാചകന്മാർ മനുഷ്യരെ വിളിച്ചത് അങ്ങോട്ടാ. അതാണ് ഇതിനെ എല്ലാം ഉപേക്ഷിച്ചാലല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിലാണെന്നാണ് ഈശാവാശോപനിഷത്തിന്റെ 12-ാം അധ്യായം. അപ്പൊ അല്ലാഹുവല്ലാതെ ഒരു സൃഷ്ടിയെയും ആരാധിച്ചുകൂടാ എന്ന് വേദഗ്രന്ഥങ്ങൾ ലോകത്തെ പഠിപ്പിച്ചു. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥിവിയും ദ്യാമുദേവായ കശ്മയിദേവായ അവിശാവിദേമാം. ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ മനോഹരമായി പറയുന്ന വാക്ക്. ഈ അണ്ടകടാഹം, അനന്ത സീമകൾക്കപ്പുറത്തുള്ള ആകാശം, 10,000 കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന 10,000 കോടി നക്ഷത്ര കുടുംബങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയത്, അവന്റെ ദൃഷ്ടിക്ക് ഗോചരമായത്, അതിനപ്പുറത്ത് അനന്തമായി നീണ്ടുകിടക്കുന്ന ഈ മഹാപ്രപഞ്ചം, ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ, ആ പടച്ചതമ്പുരാനാണ് ലോകത്തിന്റെ സൃഷ്ടാവെന്നാണ് ഋഗ്വേദം പറയുന്നത്. ശ്രീരാമനും ശ്രീകൃഷ്ണനും യേശുക്രിസ്തുവും പിശാരിക്കാവിലമ്മയും മാതാമൃതാനന്ദമയും ഈ ലോകത്തിന്റെ സൃഷ്ടാവാണെന്ന് ഹിന്ദു വേദഗ്രന്ഥം പറയുന്നില്ല, ഹൈന്ദവരും പറയുന്നില്ല. നമ്മളെല്ലാവരും ആദമിന്റെ മക്കളാണ്.
ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്, അവരുടെ സന്താന പരമ്പരകളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി മനുഷ്യരെ നരകശിക്ഷയിൽ രക്ഷപ്പെടുത്തണം. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂറത്ത് മറിയം 42, 43, 44 വചനം വായിക്കെ തീർന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫ് 57-ാമത്തെ വചനം. ആ വചനത്തിൽ പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിനെ അവരിലേക്ക് നിയോഗിച്ചു. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അവനിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്. മാത്രമാണോ ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നുണ്ട്. ഒരു പ്രവാചകന്റെ പ്രബോധനത്തിന്റെ കണ്ടന്റാണ് ഞാൻ പറയുന്നത്. ആ മനുഷ്യരോട് പറഞ്ഞ അതാണ്. നരകം പറയാൻ ആളില്ല, സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ ആളില്ല. അന്താരാഷ്ട്ര ബഡായികളാണ് മുസ്ലിം പത്രങ്ങളിലും മുസ്ലിം രാഷ്ട്രീയക്കാരും മുസ്ലിം മതസംഘടനകളുമൊക്കെ ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അറബ് ജനത ഏറ്റവും വലിയ ഡാർക്ക് ഏജിലായിരുന്നില്ലേ? ആ ജനതയാണല്ലോ ലോകത്തിലെ സംസ്കാര സമ്പന്നതയുടെ മകുടോദാഹരണങ്ങളായി തീർന്നത്. വിടുവായിത്തരം പറഞ്ഞിട്ടില്ല, നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടാ. മദ്യത്തിൽ നിന്ന് അവർ മുക്തമായത്, അവർ വ്യഭിചാരത്തിൽ മുക്തമായത്, താന്തോന്നിത്തങ്ങളിൽ നിന്ന് അവർ വിമോചിച്ചത് ഈ നരകത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 45, 46 വചനങ്ങളാണ്. ആ വചനത്തിൽ എന്താ പടച്ച തമ്പുരാൻ പറയുന്നത്? ഏ പ്രവാചകരെ, അങ്ങ് ആരാണ്? അങ്ങ് മാതൃകയാണ്, അങ്ങ് സാക്ഷിയാണ്, എല്ലാ വിഷയത്തിലും ലോകത്തിന് അങ്ങ് അനുകരണീയനാണ്. ആർക്കും അങ്ങയോട് വെറുപ്പില്ലാത്ത വിധം അനുകരണീയനാണ്. പ്രവാചകന് വെറുത്തവർ ലോകത്തുണ്ടായിട്ടില്ലേ? അവർ പോലും പ്രവാചകന്റെ അനുകരണീയ മാതൃകയെ എതിർത്തിട്ടില്ല. വഇന്നക ലഅലാ ഖുലഖിൻ അദീം. സൂറത്ത് ഖലം 68-ാം അധ്യായം സൂറത്ത് ഖലം 4-ാമത്തെ വചനമാണ്. അങ്ങ് ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് പ്രവാചക എന്ന ഖുർആനിന്റെ വാക്ക്. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഇടപഴകലുകളും ആ പ്രവാചകൻ ശത്രുക്കളോട് വെച്ചു പുലർത്തിയ സമീപന രീതികളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ് എന്ന പദപ്രയോഗം പൂർണ്ണമാകുന്നത്. ഖുർആനിലെ സൂറത്ത് അഹ്സാബ് 33-ാമത്തെ അധ്യായം 21-ാമത്തെ വചനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക അനുധാവനം ചെയ്യേണ്ടത് ഏത് കാര്യത്തിലും. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഈ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോ ബസ്സിലൊരു മൊയിലിയാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ മൊയിലിയാർ ബസ്സിന്റെ പുറത്തേക്ക് അയാളുടെ തൊള്ളങ്ങനെ ഇട്ടിട്ട് ബാല എന്നെ വിളിക്കുകയാണ്, ബാല എന്നെ വിളിക്കുകയാണ്. ഞാൻ വിചാരിക്കുകയാണ്, ഒരു പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് 6 നോമ്പിലാണ്, വെള്ള തലയെ കെട്ടുകെട്ടിയിരിക്കുന്നു, നരയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു, വെള്ള ജുബ്ബയിട്ടിരിക്കുന്നു. മൊയിലിയാർക്ക് പ്രവാചകനെ അറിയില്ല, മൊയിലിയാർക്ക് മുഹമ്മദ് നബി അറിയില്ല. വല തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും സമമാവുകയില്ല എന്ന് വെറുതെ പറഞ്ഞതല്ല. ഹാഫിലിങ്ങൾക്ക് റമദാനിൽ രാത്രി ദീർഘമായോതി 1000ന്റെ നോട്ടുകൾ എണ്ണാനുള്ള ഒരു പ്രക്രിയക്ക് വേണ്ടി അല്ലടോ അള്ളാഹുവിന്റെ ഗ്രന്ഥം ലോകത്ത് പഠിപ്പിക്കപ്പെട്ടത്. ഖുർആനിന്റെ 41-ാം അധ്യായം 33, 34, 35 വചനങ്ങൾ. നിന്റെ ഏത് വലിയ ശത്രു നിന്റെ മിത്രമാകും, ചെല്ല് അവനോട് മാന്യമായി പെരുമാറ്. ഇങ്ങോട്ട് തുപ്പിയവരോട്, ഇങ്ങോട്ട് കല്ലെറിഞ്ഞവരോട്, ഷഅബ് അബീ ത്വാലിബിൽ തടഞ്ഞവരോട് മധുരോദാരമായി പ്രതികാരം വീട്ടിയ പ്രവാചകൻ അനുയായികൾ എന്ന നിലക്ക് ഒരു വേള ഒരു തെല്ല് ഒന്നിരുന്ന് ചിന്തിക്ക്. ഈ പടയോട്ടത്തിനിടയിൽ, ഈ കടിഞ്ഞാണില്ലാത്ത പോക്കിനിടയിൽ അല്ല വിളിക്കും നിന്നെ. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. സുബ്ഹാനല്ലാഹ്. ഒരു നായിക അല്ലാഹു വിടില്ല, ഒരു നായിക പടച്ചോൻ വിട്ടിരില്ലടോ. ആ അവസരം വന്ന് കൊണ്ടുപോകും. നിന്റെ റബ്ബിന്റെ അലംഘനീയമായ വിധിക്ക് നീ വിധേയമാകേണ്ടി വരും എന്ന ഓർമ്മ വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം 61, വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം 45. എത്ര സ്ഥലത്തായി ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു രക്ഷയുണ്ടാവില്ല അങ്ങക്ക്. അതുകൊണ്ട് മരിക്കുമ്പോ സന്തോഷത്തോടുകൂടി മരിക്കണം. ഇനി ഞാൻ പറയണോ, ഓരോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ വാചകങ്ങളും ശ്രദ്ധിക്കണം. ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക്, എന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തേണ്ടതാണ്. നിങ്ങൾക്ക് ഞാനാണ് മാതൃകയാവേണ്ടത്. കാരണം ഞാനൊരു പ്രബോധകനാണ്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദാ, നബിയെ താങ്കൾ ലോകത്തിന് മാതൃകയാവ്. തീർന്നില്ല, നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യ്, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്ക്.
സൂറത്ത് ഹൂദിലെ മൂന്നാമത്തെ വചനം. സൂറത്ത് ഹൂദിലെ മൂന്നാമത്തെ വചനം എന്തറിയോ? വഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു എന്ന്. ആ ശിക്ഷ ഭയപ്പെട്ടവർ അവർ നരകത്തിലെത്തരുത്. സത്യമതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതക്കുട്ടിയുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ എന്ന് ജൂതന്റെ മുഖത്ത് നോക്കി പ്രവാചകൻ പറയുമ്പോ അതൊരു വർഗീയതയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആർക്കെതിരുമല്ല, ആർക്കനുകൂലവുമല്ല. മറിച്ച് പ്രപഞ്ചനാഥൻ പഠിപ്പിച്ച ഒരു വലിയ സത്യം, ലോകത്തിന്റെ സിട്ടാവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വലിയ സത്യം. ആ സത്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ലോകത്ത് മുജാഹിദ് പ്രസ്ഥാനം എക്കാലഘട്ടത്തിലും ക്ഷണിച്ചിട്ടുള്ളത്. ഈ പ്രസ്ഥാനത്തിന്റെ ഏതേത് സമ്മേളനങ്ങളും ഈ ഒരു ആദർശത്തിന്റെ ഉദ്ഘോഷണമാണ്. മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നായാലും മാനവ വിമോചനത്തിന് സിട്ടാവിന്റെ സന്ദേശം എന്നായാലും ഒരൊറ്റ ജനത ഒരൊറ്റ ദൈവം എന്ന മുദ്രാവാക്യമായിരുന്നാലും നാം മുഴക്കിയ അനവധി മുദ്രാവാക്യങ്ങൾ ജനമനസ്സുകളിൽ ചിന്തകളുടെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച് കടന്നുപോയി. ഈ നാട്ടിലെ ഒരൊറ്റ ഹിന്ദുവിനും ഈ നാട്ടിൽ ഒരൊറ്റ മുസ്ലിമിനും നമ്മുടെ ഒരു പ്രമേയവും നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്ന വസ്തുത നമ്മൾ ഓർക്കണം. കാരണം ഒരു ജനകീയ മുന്നേറ്റ പ്രസ്ഥാനം എന്ന നിലയിൽ ജാതി മതഭേദമന്യേ അതിർവരമ്പുകളില്ലാതെ മനുഷ്യരെ സ്നേഹിച്ച പ്രവാചകന്മാരുടെ അനുയായികൾ എന്ന നിലയിൽ നമ്മുടെ ദൗത്യം അപാരമാണ്, നമ്മുടെ ദൗത്യം ശ്രേയസ്കരമാണ്. നാം ലോകത്തിന് നിർവഹിക്കാനുള്ള ദൗത്യം അപാരമാണ്. അതുകൊണ്ട് നരകാഗ്നിയിൽ ഈ നാട്ടിൽ ഒരാളും എത്തരുത്. മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ എന്ന് പറഞ്ഞ് ആ കുട്ടി ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കി, ജൂതനായ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്തോ, അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്ത മോനെ. അത് കേൾക്കേണ്ട താമസം ആ ജൂതനായ കുട്ടി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കേണ്ട താമസം പ്രവാചകന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. പ്രവാചകൻ പറയാണ് അല്ലാഹുവേ നിനക്ക് സ്തുതി. എന്തിനാ സ്തുതി? എന്തിനാ സ്തുതി? എന്തിനാ സ്തുതി? എന്നിട്ട് അടുത്ത വാചകം എന്താ? അല്ലാഹുവേ നിനക്ക് സ്തുതി, നരകാഗ്നിയിൽ നിന്ന് ആ ജൂതക്കുട്ടിയെ രക്ഷിച്ച റബ്ബേ നിനക്ക് സ്തുതി. അപ്പൊ ആരാ പ്രവാചകൻ? ആരാ പ്രവാചകൻ അനുയായികൾ? ഇനി പ്രവാചകൻ അവരോട് പറഞ്ഞൊരു വാക്ക്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഒരു ആയത്ത് കേട്ടോ. വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം 41-ാമത്തെ വചനം, സൂറത്ത് ഗാഫിർ, സൂറത്ത് മുഅ്മിൻ എന്ന അധ്യായത്തിന് പേരുണ്ട്. അതിൽ 41-ാമത്തെ വചനം, വയാ ഖൗമി മാലി അദ്ഉകും ഇലൻ നജാത്ത് വതദഊനനി ഇലൻ നാർ. എന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് എന്തായി പോയി? നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങളെ ഞാൻ നജാത്തിലേക്കല്ലേ ക്ഷണിക്കുന്നത്, സ്വർഗത്തിലേക്കല്ലേ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾക്ക് എന്താ സംഭവിച്ചു പോയത്? നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്കല്ലേ ക്ഷണിക്കുന്നത്, നിങ്ങൾക്ക് എന്തേ സംഭവിച്ചത്? നിങ്ങളാവട്ടെ വതദഊനനി ഇലൻ നാർ, എന്നെ നരകത്തിലേക്കാ ക്ഷണിക്കുന്നത്. നരകം 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 അത് ചർച്ചയാണ് ഇസ്ലാമിൽ. സ്വർഗം 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 അത് ചർച്ചയാണ് ഇസ്ലാമിൽ. അതുകൊണ്ട് ആ റസൂലുള്ള ഉറക്കത്ത് എഴുന്നേറ്റെന്ന് പറഞ്ഞത് എന്ത്? അന്നാറു ഹഖ്കുൻ അൽ ജന്നത്തു ഹഖ്കുൻ. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ചൂട് പോലും സഹിക്കാൻ മനുഷ്യരെ നമുക്ക് സാധിച്ചിട്ടില്ല. ചെന്നൈയിലെ പ്രദേശത്ത് ട്രെയിൻ ദുരന്തമുണ്ടായി കത്തിക്കരിഞ്ഞ ബോഡി കണ്ടപ്പോ ഒരിക്കലും തിരിച്ചറിയാവാനാത്ത ശരീരത്തിലെ തൊലികൾ ഉരിഞ്ഞുപോയ മനുഷ്യരെ കാണുമ്പോഴാണ് അതിന്റെ ഭാരത മനസ്സിലാകുക. കല്ലാ ഇന്നഹാ ലല്ലാഹ് നസ്സാഅത്തൻ ലിശ്ശവാ. സൂറത്ത് മആരിജിലെ 15-16 വചനങ്ങളിൽ 70-ാം അധ്യായം അല്ലാഹ് പറയാണ്, തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാല, ആ നരകം അത് നിസാരമല്ല. ഫഅൻദർതുകും നാറൻ തലല്ലാഹ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, സുവർണ ഭരണകാലഘട്ടമെന്നും ഉമർ രണ്ടാമനെന്നും വിളിക്കപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് ഹാഫിളാണ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ഇമാമത്തൊന്ന് നമസ്കരിക്കുമ്പോ ഫഅൻദർതുകും നാറൻ തലല്ലാഹ് എന്ന സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചനം ഓതേണ്ട താമസം ബോധകെട്ട് താഴെ വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര തവണ ഓതിയിട്ടുണ്ട് നരകത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ, നരകത്തിലേക്ക് എത്തിപ്പെടുന്നതിനെ കുറിച്ച് വേദനിക്കാൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ നിന്ന് ഫഅൻദർതുകും നാറൻ തലല്ലാഹ്, അവർ നരകത്തെ ശരിക്കും കണ്ടു, അവർ മനസ്സിൽ കണ്ടു, അവർ സ്വർഗത്തെ ശരിക്കും വിഭാവന ചെയ്തു. ആ സ്വർഗത്തിന് വേണ്ടി അവർ അധ്വാനിച്ചു. നാം എവിടെ? നാം ഓർക്കണം, ഷുഐബ് റൂമി
ഉറങ്ങണില്ല. വലത്തോട്ട് തിരിഞ്ഞു കിടക്കുന്നു, ഇടത്തോട്ട് തിരിഞ്ഞു കിടക്കുന്നു, വലത്തോട്ട് തിരിയുന്നു, ഇടത്തോട്ട് തിരിയുന്നു, പിന്നെ എഴുന്നേറ്റ് നടക്കുന്നു. പരവശനായ ശുഐബ് റൂമിയോട് ഭാര്യയുടെ ചോദ്യം, അങ്ങുന്നെന്താ ഉറങ്ങാത്തത്? ഒന്നുമില്ല, നരകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതിലെങ്ങാനും എത്തിപ്പെട്ടാലുള്ള അവസ്ഥാവിശേഷങ്ങൾ എന്റെ മനസ്സകത്തുണ്ട്. സ്വർഗമെങ്ങാനും എനിക്ക് നഷ്ടപ്പെട്ടു പോയാലോ എന്ന ചിന്തയും എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ചിന്തിച്ച മഹാന്മാരാൽ നയിക്കപ്പെട്ട ആദർശ പ്രസ്ഥാനത്തിന്റെ പിന്തുടർച്ചക്കാരും പിന്മുറക്കാരുമാണ് നമ്മളെന്ന ബോധം നമുക്കുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്ക്, മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറാ, മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറാ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? റസൂൽ എന്താ പറഞ്ഞത്? എന്റെ ഉദാഹരണം എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ നഷ്ടമായി പോകരുത്, ശരിക്കും ശ്രദ്ധിക്കുക. ഓരോ അക്ഷരങ്ങളും സ്വന്തം ജീവിതത്തിൽ നീ ഏത് പ്രസ്ഥാനത്തിലായിക്കോ നിനക്കത് ഉപകാരപ്പെടും, നിന്റെ ലൈഫിൽ ഇത് ഉപകാരപ്പെടും, നിന്റെ ജീവിതത്തിൽ വെളിച്ചമാകും. നീ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നിനക്കിത് ഹിദായത്തുമാകും. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചേ, മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറാ. വിശുദ്ധ ഖുർആൻ ഓതിക്കേട്ടാൽ ശ്രദ്ധിക്കണമെന്ന് ആ ഖുർആൻ ഇറക്കിയ അതേ റബ്ബിന്റെ വഹിയാണ് ഹദീസും. അതുകൊണ്ടാണ് വദുഖുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ എന്ന് 33-ാം അധ്യായം 34-ൽ പറഞ്ഞത്. നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം അതാ. അതുകൊണ്ട് മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറാ, എന്റെ ഉദാഹരണം ഒരു തീ കത്തിച്ചവന്റെ ഉദാഹരണം പോലെയാണ്. ആ തീയുടെ നേരെ കുറെ പാട്ടുകളും വണ്ടുകളും പാറിപ്പാറി വരുന്നുണ്ട്. അയാൾ അതിനെ തടുത്തു നിർത്തിയാണ്. അതുപോലെ വാനാഹതുംബിക്കും, ഞാനേ നിങ്ങളുടെ അരക്കെട്ടിന് പിടിക്കുകയാണ്, നിങ്ങൾ എന്റെ കൈ തട്ടി നരകത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു എന്നാ അവിടെ പറയുന്നത്. ഓർക്കണം, നിങ്ങൾ എന്റെ കൈ തട്ടിക്കളഞ്ഞുകൊണ്ട്. അപ്പൊ റസൂലാര ഈ ഉമ്മത്തിന് വേണ്ടി കരഞ്ഞാളാ, ഈ ഉമ്മത്ത് നരകത്ത് പോകരുത് വിചാരിച്ചാളാ, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി. ഖുൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പ്രവാചകരെ ഞാൻ ലോകത്തിന് മുഴുവനുമുള്ള പ്രവാചകനാണെന്ന് പറ. ഇന്ന് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 188-ാമത്തെ വചനമാണ്. അപ്പൊ ലോകത്ത് വന്ന പ്രവാചകന്മാർ ഒന്നാമതായി ലോകത്തെ പഠിപ്പിച്ച കാര്യം എന്താണ്? അവരെ തൗഹീദ് പഠിപ്പിച്ചു. അതുണ്ടെങ്കിലേ സ്വർഗത്തിലെത്താൻ കഴിയൂ. ശിർക്കിനെതിരെ ബോധവൽക്കരിച്ചു. അതില്ലെങ്കിലേ സ്വർഗത്തിലെത്താൻ കഴിയൂ. അതുണ്ടെങ്കിൽ നരകത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ ആദ്യമായി ഈ ജനതയെക്കുറിച്ച് നരകമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2000 ചില്ലാനം വരുന്ന വചനങ്ങൾ മുഴുവനും റസൂലുള്ള പറഞ്ഞല്ലോ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനോളം സ്വർഗം അടുത്തിരിക്കുന്നു. വന്നാറു മിസ്ലു ദാലിക്, നരകവും അപ്രകാരം തന്നെ, നരകവും അപ്രകാരം തന്നെ. ഈ നരകത്തിലേക്കാണ് മനുഷ്യരെടുക്കുന്നത്. ശിർക്ക് ചെയ്തുകൊണ്ട് നരകത്തിലേക്ക്, ഖുറാഫാത്ത് ചെയ്തുകൊണ്ട് നരകത്തിലേക്ക്, ഖുർആനും സുന്നത്തും വിട്ടുകൊണ്ട് നരകത്തിലേക്ക് മനുഷ്യരെത്തിപ്പെടുന്ന അവസ്ഥാവിശേഷം ലോകത്ത് മുഴുവനും നമ്മൾ വ്യാപകമാണ്. ഖവാരിജികൾ, മുഅ്തസിലിയാക്കൾ, ഷിയാക്കൾ, അവാന്തര വിഭാഗങ്ങൾ, ജനപദങ്ങൾ എല്ലാം ഉണ്ടായി. മുസ്ലിം സമുദായം നിങ്ങൾക്കറിയാലോ, വളരെ വൈകാരികമായി മുസ്ലിം ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് ഞാൻ 2 കാര്യങ്ങൾ ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, റസൂലുള്ളാഹിന്റെ ഒരു പ്രാർത്ഥനയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ കേൾക്കണേ, റസൂലുള്ളാഹിയാ പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയാ പറയുന്നത്. എന്ത്? അല്ലാഹുവേ എന്റെ ഉമ്മത്ത് സമൂലമായി നിഷ്കാസിതമാകരുത്, എന്റെ ഉമ്മത്ത് സമൂലമായി നിഷ്കാസിതമാകരുത്. അല്ല പറഞ്ഞു, ഞാൻ ഏറ്റു. രണ്ടാമതായി പ്രവാചക തിരുമേനി പറഞ്ഞു, എന്റെ ഉമ്മത്ത് മാരകമായ രോഗം പിടിപെട്ട് സമൂലമായി ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകരുത്. അല്ലാഹു പറഞ്ഞു, ഞാൻ ഏറ്റു. മൂന്നാമത്തേത് കേട്ടോളൂ, എന്റെ ഉമ്മത്ത് ഒരു കാലത്തും ഭിന്നിക്കരുത്. അല്ല പറഞ്ഞു, ഞാൻ ഏറ്റില്ല. നോട്ട് ഓക്കെ, അത് ഓക്കെ അല്ല. നിന്റെ ഉമ്മത്ത് ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. മറ്റു 2 കാര്യങ്ങൾ അല്ലാഹു ഏറ്റു, മൂന്നാമത്തതല്ല ഏറ്റില്ല. റസൂലുള്ളാഹിന്റെ ആഗ്രഹം എനിക്ക് നിങ്ങൾക്കും ആഗ്രഹിക്കാം, പക്ഷേ അല്ല പറഞ്ഞത് അതുണ്ടാവില്ല. എന്റെ ഉമ്മത്ത് ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഭിന്നിക്കുമെന്ന പച്ച സർട്ടിഫിക്കറ്റ് അല്ല. ഭിന്നിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്, ഭിന്നിക്കുമ്പോൾ സ്വീകരിക്കേണ്ടത്, ഭിന്നിക്കുമ്പോൾ ചെയ്യേണ്ടത് അത് പഠിപ്പിക്കാനാ. അതോടൊപ്പം നിങ്ങൾ അറിയുക, ഉമ്മത്തി 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ, ഇല്ല വാഹിദ. വല്ലാത്ത വാക്കുകൾ. എന്റെ ഉമ്മത്തി 73 വിഭാഗമായി പിരിയും.
എല്ലാരും സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് റസൂലുള്ള പറഞ്ഞില്ല. ഓർത്തോളൂ, എന്റെ ഉമ്മത്ത്, മുഹമ്മദ് റസൂലുള്ളാന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. കുല്ലുഹും ഫിന്നാർ, അവരിലെല്ലാവരും നരകത്തിലാണ്. ഇല്ല വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴികെ, ഒരെണ്ണം ഒഴികെ. ആ ഒരെണ്ണത്തിന്റെ പ്രത്യേകത എന്താ? സഹാബത്ത് ചോദിച്ചു, ആരാ നബിയെ അവർ? മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. അതവർ ചോദിച്ചില്ല. അവരുടെ ദുർഗുണം എന്താന്ന് ചോദിച്ചില്ല, മറിച്ച് ചോദിച്ചതോ സ്വർഗാവകാശം ഒന്നേ ഉണ്ടാവൂ. അപ്പൊ സഹാബത്ത് ചാടി. അവർ ചോദിച്ചു, ആ വിഭാഗാര? അതെന്തേ? നന്മയിലേക്കുള്ള അവരുടെ ഔത്സുക്യം, നന്മ ഉൾക്കൊള്ളാനുള്ള അവരുടെ ആഗ്രഹം, ആ വിഭാഗത്തിന്റെ കൂടെ നിൽക്കാനുള്ളവരുടെ താല്പര്യം. അവരെന്താ ചോദിച്ചത്? നബിയെ, ആ ടീമാരാ സ്വർഗത്ത് പോകുന്ന നിങ്ങൾ പറഞ്ഞില്ലേ, ആ ടീമാരാന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറയാ, മാന അലൈഹിൽ യൗമ വഅസ്ഹാബി. പർട്ടിക്കുലർ ഡേ, ഒരു പർട്ടിക്കുലർ ഡേ, ദുൽഹജ്ജ് 9 അല്ലേ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും അൽ-ഇസ്ലാമ ദീന അല്ലേ? ഖുർആനിലെ 5-ാം അധ്യായം 3-ാമത്തെ വചനം. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഇസ്ലാം അത് പൂർത്തിയായിരിക്കുന്നു. ആ പൂർത്തിയായ മതം ഇനി ഇതിലൊരു വിശ്വാസം കൂട്ടേണ്ടതില്ല, ഇനി ഇതിലൊരു ആചാരം കൂട്ടിച്ചേർക്കേണ്ടതില്ല. ആ സലഫുകൾ എന്താണോ നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ അവിടെ നിൽക്കുന്നു എന്നതാണ്. ഇവിടെ റസൂല് പറഞ്ഞത് മാന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഒരു പ്രധാന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്താ? അല്ലാഹുവിന്റെ ഖുർആനിൽ എന്താ പറഞ്ഞത്? ഫൈൻ തനാസതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി. മതപരമായ അഭിപ്രായം എന്നതുണ്ടായ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കിക്കൊള്ളിയാറുണ്ട്. പിന്നെന്താ ഒരു സഹാബത്ത്? അതാ ഖുർആന്റെ ആയത്തിന്റെ വിശദീകരണം. അതാരാ പറയേണ്ടത്? സുമ്മ ഇന്ന അലൈനാ ബയാന. സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 19-ാമത്തെ വചനം. ആ ആയത്ത് വിശദീകരിക്കുന്ന അള്ളയാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഫൈൻ തനാസതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഖ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? അഭിപ്രായം എന്നത് മദ്ഹബിലേക്ക് മടക്കില്ല, അല്ല ഏതെങ്കിലും പണ്ഡിതന്റെ കാലക്കീലകളിലേക്ക് മടക്കില്ല. പിന്നെ എന്താ വേണ്ടത്? അവർ പ്രമാണങ്ങളിലേക്ക് മടക്കുക. ആ പ്രമാണത്തെ സലഫുകൾ, ആരാണ് സലഫുകൾ? നാം പറയേണ്ടതില്ല. ആരാ സലഫുകൾ? റസൂലുള്ളാഹി വഹി അനുസരിച്ച് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. നോക്കൂ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം ജൗസി, അവരെല്ലാവരും പറഞ്ഞു, അവരെല്ലാവരും വിശദീകരിച്ചു. അതാരാ? ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും. ഇത് വഹിയാണ്, വെറുതെ പറഞ്ഞ വാക്കല്ല. ആദ്യം എന്റെ തലമുറ, പിന്നെ എന്നോട് അടുത്തവർ, അതിനടുത്തവർ, അവരാണ് സലഫുകൾ. അല്ലമാ നാസറുദ്ദീൻ അൽ-അൽബാനി സലഫുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല, അദ്ദേഹം സലഫിയാണ്. സലഫുകളെ പിന്തുടർന്ന ഖലഫ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സലഫുകളുടെ വഴി സ്വീകരിച്ചുകൊണ്ട് നമ്മളൊക്കെ സലഫികളായത്. സലഫുകൾ എന്നാരെയാ പറയാ? അത് പറയാ ഈ പറഞ്ഞ 3 തലമുറയിൽപ്പെട്ടവരെയാണ്. അവരാ സലഫുകൾ. അവരുടെ വിശ്വാസം എന്താ? അവരുടെ ആചാരം എന്താ? അവര് ഹദീസിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? അവരുടെ മുമ്പിൽ ഒരു ലൈഫായ ഹദീസ് വന്നു എങ്കിൽ ആ ഹദീസിനെ അവരെങ്ങനെ മനസ്സിലാക്കിയത്? അവരെങ്ങനെ ഉൾക്കൊണ്ടത്? കാരണം എന്താ അങ്ങനെ? അവരെ അള്ളാഹ് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അള്ളാഹിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനെ നിലനിർത്താൻ അള്ളാഹ് തെരഞ്ഞെടുത്തവരവരാ. അതുകൊണ്ടാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞത്, ആരെങ്കിലും ആ സ്വർഗത്തിന്റെ അവകാശികളാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ആ സലഫുകളെ പിൻപറ്റിക്കോളി. ആരാ സലഫുകൾ? അവർ അള്ളാഹിന്റെ റസൂലിന്റെ അനുയായികളാ. അവരെ അള്ളാഹ് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവര് നല്ലതായ രൂപത്തിൽ പിന്തുടർന്ന ആ താബഈകളും ഉൾക്കൊള്ളുന്ന ആ 3 തലമുറ, ആ തലമുറയുടെ വിശ്വാസം എന്താ? ആ തലമുറയുടെ ആചാരം എന്താ? എന്താ ശിർക്കാവുക, എന്ത് ശിർക്കാവില്ല? എന്താ ബിദ്അത്താവുക, എന്ത് ബിദ്അത്താവില്ല? എന്താ കർമ്മമാവുക, എന്ത് കർമ്മമാവില്ല? ഇതാ നമ്മുടെ മാനദണ്ഡം. ഓരോ ഒരക്കല്ലുണ്ട് ലോകത്ത്. സ്വർണ്ണപ്പീടികയിൽ സ്വർണം കൊണ്ട് കൊടുത്ത ഓരോ ഒരക്കല്ലുണ്ട്. പാറക്കല്ലുമേൽ ഒരച്ചു വയ്ക്കാൻ പറ്റില്ല, അതിന് സ്വർണത്തിന്റെ ഒരക്കല്ലിൽ ഒരക്കണം. ഒരു കാര്യം ഇസ്ലാമാണോ, അതിന് ഇസ്ലാമിന് ഒരു ഒരക്കല്ലുണ്ട്, മൻഹജു സലഫ്. അത് പ്രമാണമല്ല, പ്രമാണത്തെ മനസ്സിലാക്കുന്ന രീതിശാസ്ത്രമാണ്. അത് പ്രമാണമല്ല, പ്രമാണത്തെ മനസ്സിലാക്കുന്ന രീതിശാസ്ത്രം. അവരെങ്ങനെ ഖുർആനെ മനസ്സിലാക്കി? ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിയാരി ഒരു സ്ഥലത്ത് വാചാലമായി പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗം? അയാൾ ജനങ്ങളെ പൊട്ടീസാക്കുകയാണ്, ജനങ്ങൾക്ക് വസ്വാസ് ഉണ്ടാക്കുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. എന്താ ആശയക്കുഴപ്പം? കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും പ്രത്യേകത എന്താ? ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നാ. സെലഫുകളുടെ പ്രത്യേകത എന്താ? അവരെ പിൻപറ്റിയ സെലഫികളുടെ പ്രത്യേകത എന്താ? ഒരാൾക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കൂല എന്നുള്ളതാണ്. ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ടവരല്ല നമ്മൾ, ആശയക്കുഴപ്പം തീർക്കേണ്ടവരാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മുസ്ലിയാർ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം. അതെന്താ? അയാൾ സദസ്യരോട് ചോദിക്കുകയാണ്, ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ട് അയാൾ ചോദിക്കേണ്ടത്, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മലക്കിനെ കാണാൻ പറ്റുമോ? മലക്കിനെ. അപ്പൊ സദസ് പറഞ്ഞില്ല. ജീവിച്ചിരുന്ന ഒരാൾക്ക് മലക്കിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ല, മലക്കിന്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. ശരി, മരിച്ച ഒരാളെ മയ്യത്ത് കബറിൽ കൊണ്ടുവച്ച് ആ മയ്യത്തിന്റെ അകലിൽ 7 അടി ഇങ്ങോട്ട് വെച്ച മയ്യത്ത് കേൾക്കുവോ? അപ്പൊ സദസ്യര് പറഞ്ഞു, അതെ. മലക്ക് വരുമോ? അതെ. മലക്കിനെ കാണോ? അതെ. അടുത്ത മൊയ്ലിയാരെ ചോദ്യം എന്തറിയോ? അപ്പൊ കഴിവ് കൂടിയതാണോ കുറഞ്ഞതാണോ? മൊയ്ലിയാര് വലിയ ബുദ്ധി വിളമ്പുകൾ. കഴിവ് കൂടിയതാണോ കുറഞ്ഞതാണോ? സദസ്യര് പറഞ്ഞു കൂടിയതാണ്. കാരണം കബറിലെത്തിയതിനോടുകൂടി മലക്കിനെ കാണുന്നു, കബറിലെത്തിയതിനോടുകൂടി മലക്കിന്റെ ഒച്ച കേൾക്കണ്, അല്ലേ? അപ്പൊ കഴിവ് കൂടിയതല്ലേ? അതെ. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ മൊയ്തീൻ ഷെയ്ഖിന്റെ കഴിവ് കൂടി. അതുകൊണ്ട് മൊയ്തീൻ ഷെയ്ഖിനോട് ദ്വേരക്കാൻ. മൊയ്ലിയാരുടെ പ്രസംഗമാണ്, നോക്കണം. ഇത് മൊയ്ലിയാരുടെ വകയാണ്. ഇത് മനേജു സെലഫ, സെലഫികളെ മനസ്സിലാക്കിയതാ അല്ല. അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുത്തോണ്ട് മൊയ്ലിയാരോട് ചോദിച്ചു, മൊയ്ലിയാരെ, മാധവൻ മരിക്കൂലേ? മരിക്കൂ. സുരേന്ദ്രൻ മരിക്കൂലേ? മരിക്കൂ. ദേവദാസ മരിക്കൂലേ? മരിക്കൂ. കല്യാണിയമ്മ മരിക്കൂലേ? മരിക്കൂ. കല്യാണിയമ്മ മരിച്ചാലും മലക്ക് വരൂലേ? വരൂ. നിരീശ്വരവാദിന്റെ കബറിലും മലക്ക് വരൂലേ? വരൂ. നിരീശ്വരവാദി കാണൂലേ? കാണൂ. അപ്പൊ നിരീശ്വരവാദിയായ കുഞ്ഞനെന്താ എന്നെ രക്ഷിക്കണേ എന്ന് പറയാവോ എന്ന് ചോദിച്ചു. പിന്നെ മുസ്ലിയാർ ആ നാട്ടിലേക്ക് വന്നിട്ടില്ല, കട്ടയും പടവും മടക്കി. അതെന്താ? അവനാന്റെ യുക്തി പറഞ്ഞാൽ വേറൊരു യുക്തി കൊണ്ട് അതിനെ തകർക്കാം. നേരെ മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഈ ഹദീസ് റസൂലുള്ളാഹി എന്തിനു പഠിപ്പിച്ചതാ? ഖബറിലെത്തുമ്പോഴേക്ക് എന്നെ മലക്ക് വരും, വിചാരണയുണ്ട് എന്ന മെസ്സേജ് പഠിപ്പിക്കാനാണ്. അത് പഠിപ്പിക്കാനാണ്. മാത്രമല്ല, ഈ ഹദീസ് കൊണ്ട് മരിച്ചോലെ കേൾക്കും, അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് മറച്ചുവെച്ചോ? മൂടിവെച്ചോ? സ്വഹാബത്തിന് ഈ ഹദീസ് വഹിയായി കിട്ടുമ്പോ റസൂലുള്ളാഹി എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത്? ഈ ഹദീസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് മരിച്ചുപോയവര് കാണൂല, കേൾക്കൂല എന്ന് നിങ്ങൾ വിശ്വസിക്കാതിരിക്കാനും, അവർ കേൾക്കും, കാണും, അവരോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? ഇല്ല. സ്വഹാബത്താരെങ്കിലും ഇങ്ങനെ ചോദിച്ചോ? മൊയ്ലിയാരെ മാതിരി ഏത് ഒരു സ്വഹാബി എഴുന്നേറ്റെന്ന്, നബിയെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് മലക്കിനെ കാണാൻ പറ്റുമോ? ഇല്ല. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് മലക്കിനോട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം മരിച്ചോല് മലക്കിനെ കാണൂലേ? കാണൂ. മലക്കിന്റെ ശബ്ദം കേൾക്കൂലേ? കേൾക്കൂ. അപ്പം മരിച്ചോല് കേൾക്കുന്നല്ലേ നബിയെ തെളിയിക്കുന്നത് എന്നൊരൊറ്റ സ്വഹാബിയും ചോദിച്ചില്ല. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അന്ന് മർക്കസു സഖാഫത്ത് സുന്നിയില്ല, പട്ടിക്കാട് ജാമിയനൂരിയില്ല. അവിടെ പഠിച്ചാൽ ഈ ചോദ്യമൊക്കെ ഉണ്ടാവും. അവിടെ പഠിച്ച ഈ ചോദ്യമൊക്കെ ഉണ്ടാവും. കാരണം ഒരൊറ്റ സ്വഹാബികളും ചോദിച്ചില്ല. അതുകൊണ്ട് ആ ചോദ്യം തന്നെ എന്താണ്? ബിദ്അത്താണ്. ആ ചോദ്യം തന്നെ ബിദ്അത്താണ്. കാരണം സ്വഹാബിമാരും ചോദിച്ചില്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചില്ല. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു, മൻഹജു സലഫ് വിട്ടാണ്ടാകുന്ന ദുരന്തം പറയുന്നത്. ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ വയുതൂന സക്കാ വഹും റാകിഊൻ. 5-ാം 55 ഈ ആയത്ത് മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവായിട്ടാണ് ഇവിടുത്തെ ശിർക്കിലേക്ക് ആളുകളെ നയിക്കുന്ന സമസ്തക്കാരൊക്കെ പറയാറുള്ളത്. പക്ഷെ അടിസ്ഥാനപരമായി ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കാണല്ലോ ജിബ്രീൽ കൊണ്ടുപോയി കൊടുത്തത്. ആ ജിബ്രീലിൽ നിന്ന് ഇത് മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവായിട്ട് റസൂലുള്ളാഹിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആയത്ത് വെച്ച് അമലി ചെയ്യാൻ റസൂലുള്ളാഹി മറന്നോ? വളരെ പ്രസിദ്ധമായൊരു ചോദ്യമാണ്. ആ ആയത്ത് വെച്ച് റസൂലുള്ളാഹി സഹാബത്തിനോട് അമലി ചെയ്യാൻ പറഞ്ഞോ? മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്താലേ ഈ ആയത്ത് ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാ അള്ളാന്റെ കക്ഷി. സമസ്തക്കാർ പറയുന്ന പ്രകാരം എങ്ങനെ വരും? മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് അള്ളാന്റെ കക്ഷി. അപ്പൊ റസൂലുള്ളാഹി അത് ചെയ്തോ? ഇല്ല. കഴിഞ്ഞുപോയ ഏതെങ്കിലും പ്രവാചകന്മാരെ ഈ കൊട്ടപ്പുറത്തല്ലേ ഓതിയത്? അല്ലെ, കൊട്ടപ്പുറത്തല്ലേ ഓതിയത്? ആ കൊട്ടപ്പുറത്ത് ഓതുമ്പോ സുന്നി സ്റ്റേജിലിരിക്കുന്ന സമസ്തയുടെ സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാർ വരെ ഞെട്ടിപ്പോയി. കാരണം എന്താ? സൂറത്ത് സുഖ്റുഫിലെ 45-ാമത്തെ ആയത്ത് ഉദ്ധരിച്ച് ആ ആയത്ത് പ്രകാരം അല്ലല്ലാത്തോരോട് ആരാധിക്കരുത് എന്ന് പറയാനാണ്
നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ആ ആയത്ത് ധരിച്ചിട്ടുള്ളത്. എന്നാൽ അന്ന് സുന്നി സമൂഹത്തിന് നേതൃത്വം നൽകിയ പണ്ഡിതൻ എന്താ പറഞ്ഞത്? അല്ലല്ല വസൽ മൻ അർസൽനാ മിൻ ഖബ്ലിക ബിറുസുലിനാ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കൂ നബിയേ, വിളിച്ചു തോടൂ നബിയേ എന്ന് പറഞ്ഞു. റസൂലുള്ള തേടിയോ? ഇല്ല. അപ്പൊ ആയത്ത് റസൂലുള്ള നടപ്പിലാക്കിയോ? സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തോ? ഇല്ല. അപ്പൊ അവർക്കാർക്കും ഇത് മനസ്സിലായില്ലേ? മൻഹജുസ് സലഫ് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ചരിത്ര സംഭവം പറയാൻ ഞാൻ നിങ്ങൾക്ക്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആരാണ്? ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. 8 ലക്ഷം ആളുകൾ മയ്യത്ത് നിസ്കരിച്ച മഹാൻ. ഫോണില്ലാത്ത കാലം, SMS ഇല്ലാത്ത കാലം, പത്രവാർത്തകളില്ലാത്ത കാലം, ചാനലുകളില്ലാത്ത കാലം, മൊബൈലുകളിൽ നിന്ന് ഫോൺ കോളുകൾ പോകാത്ത കാലം, 8 ലക്ഷം ആളുകളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മയ്യത്ത് നിസ്കരിച്ചത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ഒരു കാര്യത്തിന്റെ പേരിലായിരുന്നു. അതെന്താ? ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ. അള്ളാന്റെ സൃഷ്ടിയാണ് ഖുർആൻ എന്ന് ആ നാട്ടിലെ രാജാവ്, ആ രാജാവിനെ ചുറ്റിപ്പറ്റിയ കൊട്ടാര പണ്ഡിതന്മാർ അവർ വാദിച്ചു ഇത് ഖൽഖുൽ ഖുർആനാണ്, ഇത് അള്ളാന്റെ കലാമാണെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. 70-ാമത്തെ വയസ്സിലാ യുവാക്കളെ 70-ാമത്തെ വയസ്സിൽ അദ്ദേഹം ജയിലടക്കപ്പെടുന്നത്. എന്തിന്? മോഷ്ടിച്ചിട്ടല്ല, ഒരൊറ്റ കാര്യത്തിൽ പിടിവാശി. എന്താ പിടിവാശി? അത് ആദർശമാണ് ആ പിടിവാശി. എന്താ പിടിവാശി? എന്താണ് ആ പിടിവാശി? എന്താ പിടിവാശി? ആ പിടിവാശി ഇതാണ്, ഖൽഖുൽ ഖുർആനാണെന്ന് പറയണമെന്ന് പറഞ്ഞു. ഇത് പറയണം, ഇത് താങ്കൾ രേഖാമൂലം അംഗീകരിക്കണം, എന്നിട്ട് അത് ലോകത്തോട് പറയണം എന്ന് പറയാൻ. അത് പറയുമ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം 2 വർഷം ജയിലിൽ കിടന്നു. അടികിട്ടി ചാട്ടവാറ് കൊണ്ട് അപ്പുറത്തുപുറത്ത് 2 കിങ്കരന്മാര് നിൽക്കും. എന്നിട്ട് അദ്ദേഹത്തെ ഒരു കസേരയിൽ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരുത്തും. എന്നിട്ട് അന്നത്തെ കൊട്ടാര പണ്ഡിതന്മാർ, അന്നത്തെ ആളുകൾക്ക് വേണ്ടി താളം തുള്ളിയ പണ്ഡിതന്മാർ അവർ ചോദിക്കും, ഇത് അള്ളാന്റെ കലാമാണോ, അള്ളാന്റെ സൃഷ്ടിയാണോ, അള്ളാന്റെ മഖ്ലൂഖാണോ, സൃഷ്ടിയാണോ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ച ചോദ്യം എന്തറിയോ? ആ ചോദ്യമാണ് മൻഹജുസ് സലഫ്. അദ്ദേഹത്തിന്റെ ചോദ്യം, എടോ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ അള്ളാന്റെ കലാമെന്നാണോ? ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അള്ളാന്റെ കലാമിനെ കുറിച്ച് എങ്ങനെയാ? എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, റസൂലുള്ളാഹി ഇതിനെ ഖൽഖുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അയാൾ പറയും ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ആ പൂർവികന്മാർ ആർക്കും മനസ്സിലാകാത്തത് നിനക്ക് മനസ്സിലായോ? നീ വലിയ ആലിമായോ? നീ വലിയ ബുദ്ധിജീവിയായോ? നിനക്ക് മാത്രം തിരിയുകയും പൂർവികരായ അവർക്കാർക്കത് മനസ്സിലാകാതെ പോവുകയും ചെയ്തോ എന്ന ചോദ്യം ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇതൊക്കെ മനസ്സിലായിട്ടും ഖൽഖുൽ ഖുർആനാണെന്നറിഞ്ഞിട്ടും അള്ളാന്റെ റസൂൽ ഇത് മൂടി വെച്ചു എന്നോ, അള്ളാന്റെ റസൂൽ ഇത് പറഞ്ഞില്ലെന്നോ, അബൂബക്കർ സിദ്ദീഖ് ഇത് മൂടി വെച്ചു എന്നോ എന്ന ചോദ്യം, ഈ ചോദ്യമാണ് മൻഹജുസ് സലഫ്. അതെ, അവർക്കില്ലാത്ത വാദം, അവർക്കില്ലാത്ത ചിന്ത, അത് നമ്മൾ ആരും അടിച്ചേൽപ്പിക്കുന്നത് മൻഹജുസ് സലഫ് അല്ല എന്ന ഈ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. സലഫി പ്രസ്ഥാനത്തിന്റെ മാനദണ്ഡം അത്. ഇതാ നിങ്ങൾ നോക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ 10-12 കൊല്ലങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയി. അവരുമായി ഇരുന്ന് നടത്തിയ 36 മണിക്കൂർ നടത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ നടത്തിയ ചർച്ചയുടെ രക്തചുരുക്കമാണിത്. അന്നവരെ എഴുതി ഒപ്പിട്ട ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ 10-12 കൊല്ലം മുമ്പുള്ള അതിന്റെ രേഖയാണ് എന്റെ കയ്യിൽ. എന്താണ് മൻഹജുസ് സലഫ്? ഇത് ഗൗരവമായി മനസ്സിലാക്കണം. ഇങ്ങനെ ചർച്ച വരാനുണ്ടായ കാരണം എന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയ ഖുർആനിക വചനങ്ങൾക്ക് തന്നിട്ട പ്രകാരം അർത്ഥം പറഞ്ഞു. സലഫുകൾ പറയാത്ത അർത്ഥം, സലഫുകൾ പറയാത്ത വിശദീകരണം അത് പറഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടു, നമ്മൾ ഇടപെട്ടു, നമ്മുടെ പണ്ഡിതന്മാർ ഇടപെട്ടു. അതിന്റെ ഒന്നാമത്തെ തീരുമാനം കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഒന്നാമത്തെ തീരുമാനം കേട്ടോളീൻ, വായിച്ചു കളിപ്പിച്ചു തരാം. വ്യതിയാനം സംബന്ധിച്ച വിവരണവും പ്രതികരണങ്ങളും തീരുമാനങ്ങളും. ഒന്ന്, ഖുർആനും ഹദീസും ഓരോ അക്ഷരങ്ങളും പെറുക്കിയെടുത്ത് ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന് അറിഞ്ഞോളൂ. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ കേട്ടോളി, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും
സച്ചരിതരായ സലഫിന്റെ മാർഗം ബ്രാക്കറ്റിൽ മൻഹജ് അവലംബിക്കേണ്ടതില്ലെന്നും അങ്ങനെ ഒരു മൻഹജ് തന്നെ ഇല്ലെന്നുമുള്ള വാദം നാം ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ്. 12 കൊല്ലങ്ങൾക്ക് മുമ്പേ നാം പുലർത്തിയ ജംഇയ്യത്തുൽ ഉലമ എന്നതല്ല നമ്മുടെ സംഘത്തിന്റെ പേര്. ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന സംഘം നമ്മൾ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചപ്പോ വെറും ജംഇയ്യത്തുൽ ഉലമയല്ല, ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅ സംഘം എന്നാണ് വേറൊരാൾക്കുമില്ലാത്തത്. ഇനി നിങ്ങൾക്കറിയുമോ, ഇവിടുത്തെ മുഴുവൻ സംഘടനകളും ഖുർആനിലേക്ക് സുന്നത്തിലേക്കുമാണ് ക്ഷണിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ക്ഷണിക്കുന്നത്, തബ്ലീഗ് ക്ഷണിക്കുന്നത്, ഇരു സമസ്തകൾ ക്ഷണിക്കുന്നത്, ഇവിടെയുള്ള അവാന്തര വിഭാഗങ്ങൾ ക്ഷണിക്കുന്നത്. പക്ഷേ അവർക്ക് മാനദണ്ഡമില്ല. തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാം, തോന്നിയതുപോലെ വിശദീകരിക്കാം, തോന്നിയതുപോലെ പറയാം. അവരുടെ ചിന്തകൾക്ക് ഉൾക്കൊള്ളാം, തള്ളേണ്ടത് തള്ളാം, കൊള്ളേണ്ടത് കൊല്ലാം. അതാണ് അവരുടെ തീരുമാനം. എന്നാ കേട്ടോളൂ മറുഭാഗം. ഇത് നമ്മൾ പറഞ്ഞു. മറുഭാഗം പറയുന്നത് എന്താണ്? ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിക്കേണ്ടതില്ലെന്ന വാദം ഞങ്ങൾക്കില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മനഹജില്ല. മർക്കസുദ്ദേവ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്ന വിഭാഗത്തിന്റെ വാദമാണ് ഒടുവിൽ തീരുമാനം. ആ തീരുമാനമാണ് നമ്മുടെ തീരുമാനം. എന്താ തീരുമാനം? 21 പ്രഗത്ഭ പണ്ഡിതന്മാർ ഒപ്പുവെച്ചിട്ടുള്ള ഇതിലെ തീരുമാനം എന്ത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്താ നമ്മുടെ തീരുമാനം? ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് യോഗം തീരുമാനിച്ചു. ഒരു ഹദീസ് സഹിയായി വന്നാൽ അതിന് സച്ചരിതരങ്ങനെ മനസ്സിലാക്കി. ഇനി ലൈഫായ ഒരു ഹദീസ് അവർ ചർച്ച ചെയ്താൽ ആ സച്ചരിതരങ്ങനെ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കണമെന്നാണ് നമ്മുടെ തീരുമാനം. അതിൽ നിന്ന് അണുകിട വ്യതിരയിക്കാൻ നമുക്ക് അവകാശമില്ല എന്നത് ഇസ്ലാമിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. ഇതിനപ്പുറത്തേക്ക് പോയാൽ പിഴക്കും. അതുകൊണ്ടാണ് മാനാലൈഹിൽ യൗമവാ സ്വഹാബി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതെ, നിങ്ങൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ പിൻപറ്റണമെന്ന് പറഞ്ഞത് ഈ മാനദണ്ഡമനുസരിച്ചാണ്. ഈ മാനദണ്ഡം തെറ്റിയാൽ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാം, തോന്നിയതുപോലെ പറയാം, ഞെട്ടലോടെ പല കാര്യങ്ങളും പറയാം. ആളുകൾ അത്ഭുതപ്പെട്ടു പോകും. മൻഹജു സലഫ് പറഞ്ഞവർ വേദനിക്കും. അവരുടെ നെഞ്ചകത്ത് വേദനയുണ്ടാകും. കാരണം അവർ കിതാബിൽ നിന്ന് പഠിച്ചതും വായിച്ചതും നാളിതുവരെ പഠിപ്പിച്ചു പോകുന്നതും അതിനെതിരെ ശബ്ദിക്കുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കും എന്ന തിരിച്ചറിവാണ് സലഫി മനഹജ് ഉൾക്കൊള്ളാൻ, സലഫി പ്രസ്ഥാനത്തെ, ഇസ്ലാഹി പ്രസ്ഥാനത്തെ പ്രചോദിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവ് ഈ ആയിരക്കണക്കിന് തടിച്ചുകൂടിയ മനുഷ്യരെ നിങ്ങൾക്കുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ മാനദണ്ഡം. ഈ മാനദണ്ഡം അനുസരിച്ചാണ് നമ്മൾ ഏത് വിഷയത്തെയും നോക്കിക്കാണുന്നത്. നമ്മൾ ഒരു കാര്യം എല്ലാവരും അറിയണം. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. വേദക്കാരെ ക്ഷണിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾ ദഅവത്ത് നിർവഹിച്ചില്ലേ? വേറെ ആരാധന ചെയ്യുക? വേറെ ആരാധന പറയാ? അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ഇവിടുത്തെ ഏത് മുസ്ലിങ്ങൾ നയിക്കും? ഇവിടുത്തെ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ കയറി ചെന്ന് നീ വിഗ്രഹത്തെ ആരാധിക്കുന്നത് പാപമാണ്, അത് ചെയ്യരുത്, ഇത് നിന്നോടുള്ള വെറുപ്പല്ല, നീ നാളെ നരകത്തിലെത്താൻ കാരണമാകുമെന്ന് പറയാൻ ഒരു സമസ്തക്കാരന് സാധിക്കോ? കിടത്തിവെച്ച വിഗ്രഹങ്ങളുടെ മുമ്പിൽ കുമ്പിടുന്നവർക്ക് അതിനെങ്ങനെ സാധിക്കും? ഖബർ പൂജകർക്ക് അതിനെങ്ങനെ സാധിക്കും? എങ്ങനെ സാധിക്കും? അതുകൊണ്ട് ഒന്നാമതായി മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിൽ നിന്ന്, ശിർക്ക് വന്നുള്ള അവസ്ഥ എന്താ? ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. തീർച്ചയായും ശിർക്ക് ചെയ്തവന് സ്വർഗം നിഷിദ്ധമാണ്. 5-ാം അധ്യായം 72-ാമത്തെ വചനമാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലഹബതൻ അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഖുർആനിലെ 39-ാം അധ്യായം 65-ാമത്തെ വചനമാണ്. പ്രവാചകരെ, താങ്കളോട് മാത്രമല്ല താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരോടും നാം വഹീ നൽകി. എന്താ വഹീ നൽകിയത്? അവരെങ്ങാനും അല്ലാഹുവിൽ പങ്കുചേർത്താൽ സകല അമലുകളും പൊളിഞ്ഞു പോകുമെന്ന്. അതുകൊണ്ട് തന്നെ എന്താ ശിർക്ക് എന്ന് പഠിക്കണം. തീർന്നില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം അത് ശിർക്കാണ്. മുവഹിദിന്റെ മനസ്സ് വേദനിക്കും ശിർക്ക് ചെയ്യാത്തവനെ മുശ്രിക്കാക്കിയാൽ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരു മുവഹിദിനെ മുശ്രിക്കാക്കുന്നതും ഒരു മുശ്രിക്കിനെ മുവഹിദാക്കുന്നതും രണ്ടും ഗൗരവമായ കാര്യമായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരാൾ മുശ്രിക്കാണ് എന്ന് പറഞ്ഞാൽ
അതിന്റെ അർത്ഥം എന്താണ്? അയാൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. അയാളുടെ മുഴുവൻ അമലുകളും പൊളിഞ്ഞുപോയി. അതുവരെ അയാൾ ചെയ്ത സേവനങ്ങൾ പൊളിഞ്ഞുപോയി. അതുവരെ അയാൾ ചെയ്ത നിസ്കാരം പൊളിഞ്ഞുപോയി. അയാൾ നരകാവകാശിയായി, ഒരിക്കലും പൊറുക്കാത്ത പാപത്തിന്റെ ഉടമയായി അയാൾ മാറി എന്നതാണ്. അതെ, അവന്റെ മനസ്സെങ്ങാനും വേദനിച്ചാൽ, ശിർക്കിന്റെ തരിമ്പ് അവന്റെ മനസ്സിലില്ലെങ്കിൽ അത് നമ്മളിലേക്ക് മടങ്ങി വരുമെന്ന തിരിച്ചറിവ് ഈ ഘട്ടത്തിൽ നമുക്കുണ്ടാവണം. അതോടൊപ്പം പ്രവാചകൻ നമ്മളെ ഗൗരവമായി ഓർമ്മപ്പെടുത്തിയ ശിർക്ക് ഉറുമ്പരിച്ചു കയറുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത പുലർത്തേണ്ട വിഷയങ്ങളാണ്. ജീവിതത്തിൽ ഏതേത് ഘട്ടങ്ങളിലും പടച്ചവനെ, എനിക്കറിവില്ലാത്തതിൽ ഞാൻ നിന്നോട് പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പൊരുളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മൾ ആരാണ്? കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു ജനപദമാണ്. നിങ്ങൾ ആരാ? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും വിമോചകരാണ് നിങ്ങൾ. ആ വിമോചകരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക. അതിനേക്കാൾ വലിയൊരു നല്ല വാക്ക്. നമ്മുടെ എനർജി, നമ്മുടെ വിലപ്പെട്ട സമയം തർക്കിച്ച് കാലം തീർക്കാനുള്ളതല്ല. മറിച്ചറിയുക, മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിഅൻ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഖുർആനിന്റെ 30-ാം അധ്യായം 32-ാമത്തെ വചനമാണ്. നിങ്ങൾ കക്ഷികളായി പിരിഞ്ഞ് അവനവന്റെ കക്ഷിത്വത്തിൽ കടിച്ചു തൂങ്ങിയാൽ നിങ്ങൾക്ക് സ്വർഗമില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടി വരും. ഞാൻ ഈ ഇരിക്കുന്ന സദസ്സിലെ ആയിരങ്ങളോടൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. ഇഖ്ലാസോടുകൂടി, ഭൗതിക താല്പര്യങ്ങളില്ലാതെ, സ്ഥാനമോഹങ്ങളില്ലാതെ, വ്യക്തിവിരോധമില്ലാതെ, കോപമില്ലാതെ, സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെ സഅദ് ഇബ്നു അബീ വഖാസിനോട് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് ചോദിച്ചില്ലേ, അങ്ങ് സ്വർഗത്തിലാണെന്ന് എന്തേ പ്രവാചകൻ 3 തവണ പറഞ്ഞത് എന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യത്തിനുള്ള മറുപടി, എന്റെ മനസ്സിൽ ഒരാളോട് വിരോധമില്ല, എന്റെ മനസ്സിൽ ഒരാളോട് വൈരമില്ല, എന്റെ മനസ്സിൽ ഒരാളോട് അസൂയയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മദീനത്തെ പള്ളിയിലേക്ക് റസൂലുള്ളാഹി ഇരിക്കുന്നിടത്ത് റസൂൽ പറയാണ്, ഒരാൾ ഇങ്ങോട്ട് വരും, ആള് സ്വർഗത്തിലാണ്. താടി രോമങ്ങളിലൂടെ ഒതുവിന്റെ വെള്ളമൊഴുകുന്നു, കൈത്തണ്ടകളിലൂടെ ഒതുവിന്റെ വെള്ളമൊഴുകുന്നു. ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ച് വലത് കൈയിലെ തുണി പിടിച്ച് പള്ളിയിലേക്ക് കയറി വരികയാണ് നീണ്ടുമെലിഞ്ഞ സഅദ് ഇബ്നു അബീ വഖാസ്. 3 തവണയാ റസൂല് പറഞ്ഞത് സഅദ് ഇബ്നു അബീ വഖാസ് സ്വർഗത്തിലാണ്. എന്തേ കാരണം? അസൂയയില്ലാത്ത മനസ്സ്. ലോകത്ത് ഹാബീലും കാബീലും അസൂയയിൽ നിന്നാരംഭിച്ച മതപരമായി പടച്ചവനോട് ഒരാൾ കൂടുതൽ എടുത്തു എന്നതാണ് ഒരാൾക്കൊരാളോട് തോന്നിയ അസൂയ. 10 സെന്റിന്റെ ഭൂമിയുടെ പേരിലല്ല, അതല്ലെങ്കിൽ കോടികളുടെ പേരിലല്ല, മതപരമായാണ് ലോകത്താദ്യമായി അസൂയ ഉണ്ടായതെന്നും അതാണ് ലോകത്തിലെ ആദ്യ തിന്മയെന്നും തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ഉൾക്കാഴ്ചയിലേക്ക്, ദീനിന്റെ കൃത്യമായ പ്രമാണങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ശിർക്കിൽ നിന്ന് മനുഷ്യരെ തിരിച്ചു വിളിക്കുക എന്നത്.